നമസ്കാരം മാഡം. നമസ്കാരം, വരൂ. മാഡം, എനിക്കൊരു ഹ്യൂമൻ ലൈബ്രറി ബുക്ക് വേണ്ടിയിരുന്നു. അയ്യോ സോറി, ഇവിടെ ഹ്യൂമൻ ലൈബ്രറി ബുക്സ് ഇല്ല. അയ്യോ, അപ്പൊ അവിടെ ഹ്യൂമൻ ലൈബ്രറി ബുക്ക് എഴുതിയത്? ഇവിടെ ഓരോ മനുഷ്യരാണ് ബുക്സ്. മനസ്സിലായില്ല. നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എന്നോട് തുറന്ന് പറയാം. മാഡം, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. 15 ദിവസം മുന്നേ ഒരു ഫാമിലി എന്റെ ഓട്ടോയിൽ കയറി. ഞാൻ അവരെ വീട്ടിൽ കൊണ്ടാക്കി. വൈകിട്ട് ഞാൻ ഓട്ടോ കഴുകി വൃത്തിയാക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ പാദസരം കിട്ടി. കുളി കഴിഞ്ഞ് ഞാൻ ആ പാദസരം തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴേക്കും പെട്ടെന്നാണ് എനിക്ക് കോൾ വന്നത്. ഒരു ഹോസ്പിറ്റൽ ട്രിപ്പായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും നാട്ടിലെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ആ ഒരു ചർച്ച വന്നിരുന്നു. ആ പാദസരം ഞാനാണ് എടുത്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് മാനസികമായി വളരെ വിഷമമുണ്ടായി മാഡം. പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോ. ഇതുവഴി വന്നപ്പോ ആ ബോർഡ് കണ്ട് കരയതാണ് ഇവിടെ. അപ്പോ എല്ലാവരും കൂടി നിങ്ങളെ കള്ളനാക്കിയല്ലേ? വിഷമിക്കണ്ട. ഇന്ന് തന്നെ നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിയാൽ ഉടനെ തന്നെ സ്റ്റാൻഡിൽ പോണം. അങ്ങനെ തമാശക്ക് പോലും നിങ്ങളെ കള്ളൻ എന്ന് വിളിക്കുന്നവരോട് നിങ്ങളും തിരിച്ചു പ്രതികരിക്കണം. എന്നെ എന്റെ വീട്ടുകാർ പോലും കേൾക്കുന്നില്ല. അധികം സുഹൃത്തുക്കളില്ലാത്ത ഒരാളാണ് ഞാൻ. കുറെ ആളുകൾ എന്നെ കള്ളെന്നൊക്കെ വിളിക്കുന്നു. ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ്. ഓരോ മനുഷ്യരുടെയും കാഴ്ചയും കാഴ്ചപ്പാടും വ്യത്യസ്തമാണ്. ചിലർ വെളിച്ചം നൽകും, മറ്റു ചിലർ വെളിച്ചത്തെ ഇരുട്ടാക്കും. നിങ്ങളിലുള്ള വെളിച്ചത്തെ സ്വയം പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുക, ഒരു മിന്നാമിനുങ്ങ് പോലെ. വളരെ ഉപകാരം വേണം. ഇന്ന് തന്നെ ഞാൻ ഓട്ടോടിക്കാൻ പോകും. വരട്ടെ. ഓക്കെ. ഞാൻ എല്ലാവരുടെയും കേൾവിയാണ്. എന്നെ കേൾക്കാൻ ആരാണുള്ളത്? എന്നെ കേട്ടിരിക്കാൻ അന്നൊരു ഹ്യൂമൻ ലൈബ്രറി ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. 1 വർഷം മുമ്പ് ഞാൻ അനുഭവിച്ച വേദനകൾ, എന്റെ ഒറ്റപ്പെടലുകൾ ഇനി ഒരു മനുഷ്യർക്കും ഉണ്ടാകരുത്. ആ തീരുമാനത്തിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഹ്യൂമൻ ലൈബ്രറി. എന്നെ കേൾക്കാൻ ആരെങ്കിലും വരുമോ എന്നറിയില്ല. എങ്കിലും ഈ ഡയറിയെങ്കിലും അറിയട്ടെ എന്റെ കഥ. ഹലോ മാഡം. വരൂ. എനിക്കറിയേണ്ടത് നിങ്ങളുടെ ജീവിതകഥയാണ്. റിയലി? എന്നെ കേൾക്കുമോ ശരിക്കും? അതെ, തീർച്ചയായിട്ടും കേൾക്കും. എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവിതകഥ കേൾക്കുന്നതാണല്ലോ ശരിക്കും ഹ്യൂമൻ ലൈബ്രറീസ്. പറയൂ, എന്താണ് നിങ്ങളുടെ ജീവിതകഥ? ഞാൻ കേൾക്കാൻ തയ്യാറാണ്.